ഹലോ, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? ആ, ഇവിടെ നമുക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നിപ്പോൾ ഫുഡൊന്നും ഇടുന്നില്ല. ഇന്നിപ്പോൾ പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ നല്ല വെയിലാണ്, ഇവിടെയൊക്കെ നല്ല വെയിലാണ്. നമ്മുടെ ഇവിടെ നിന്ന് മഴ പറയുന്ന ഒരു സംഭവമേ ഇതുവരെയും ഒരു 2 പ്രാവശ്യം എന്തോന്ന് ചെറുതായിട്ട് കിട്ടിയിട്ടാ, പിന്നെ ഇതുവരെ പെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല, മഴ എപ്പോഴാണ് പെയ്യുകയെന്നറിയില്ല. വിഷുവിൻ്റെ മുന്നേ പെയ്യോ അതോ ഞങ്ങളുടെ നാട്ടിലെ പൂരമുണ്ട്, ആ പൂരത്തിന് പെയ്യോ ഒന്നും അറിയില്ല. പിന്നെന്താ, പിന്നെ ഇന്നെനിക്ക് രാവിലെ തന്നെ ഞാനൊരു നെജില ഷാൻ എന്നുള്ള അവരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷെ ഇന്ന് രാവിലെ ഞാനത് കണ്ടപ്പോഴേ എന്തോ മനസ്സിലേക്ക് ഇങ്ങനെ വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം എന്താ പറഞ്ഞാൽ, അവർ ചോദിച്ച് വാങ്ങിയ ഒരു നരക ജീവിതമാണ് ഇപ്പോൾ ഇത്. കാരണം 3 മക്കളും അവർക്ക് ജീവിക്കാൻ നല്ലൊരു വീടായി, അവർക്ക് എങ്ങനെ അധ്വാനിച്ച് ജീവിക്കായിരുന്നു. ഈ 3 മക്കളെയും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി അവർക്ക് മക്കൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു. അതിന് പകരം അവർ വീണ്ടും അവർക്കൊരു പാർട്ട്ണർ വേണം എന്ന് തോന്നി ഒരു ജീവിതം തിരഞ്ഞെടുത്തിട്ട്, ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ അതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഞാനും പറയാം. ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യം ആയിരിക്കാം, ചിലപ്പോൾ എല്ലാവർക്കും ഒരു പാർട്ട്ണർ വേണം, നമുക്ക് നമ്മുടെ അത് ശരിയാണ്, അതിന് ഞാൻ അവരെ കുറ്റം പറയില്ല. പക്ഷേ ആ ഒരു 3 മക്കളുള്ള ആ ഒരു ഇതിൽ അവർക്ക് നന്നായി ജീവിക്കായിരുന്നു. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് എന്ത് തൊഴിലാണോ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ തൊഴിലെടുത്ത് അവർക്ക് ജീവിക്കായിരുന്നു. ആ ഷാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അയാൾ ഒരു ഫ്രോഡാണ് എന്നുള്ളത്. അറിഞ്ഞും കൊണ്ട് എന്തിനും ഇങ്ങനെ ഒരു നരക ജീവിതം അവർ തിരഞ്ഞെടുത്തു അല്ലേ? ഇപ്പം ആ മക്കളെയും കൊണ്ട് വീഡിയോയിൽ ഇരുത്തി ഉമ്മച്ചീനെ അത് കാട്ടി, ഉമ്മച്ചീനെ ഇത് കാട്ടി, ഉമ്മച്ചീനെ അങ്ങനെ തല്ലി ഇങ്ങനെ തല്ലി എന്നൊക്കെ ഇവർക്ക് പറയുമ്പോൾ അവർക്ക് എന്താണ് ഒന്ന് വിചാരിച്ചാൽ അവർക്കൊരു ലേശം പോലും ഒരു എന്താ പറയില്ലേ, നമ്മളൊരു ഉളുപ്പ് അതില്ല എന്ന് ഒരു തോന്നലുണ്ടായി. ഞാൻ അവരെ കുറ്റം പറയല്ല, വീണ്ടും വീണ്ടും പറയുന്നു, ഞാൻ അവരെ കുറ്റം പറയല്ല. ഞാൻ ഈ ഇതിൽ വന്നിട്ട് അധികം ആയിട്ടില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറഞ്ഞതാണ് ഞാൻ. ആ ഒരു പെൺകുട്ടി, ആ കുട്ടി മുതിർന്ന് വരുന്ന ഒരു കുട്ടി, ആ കുട്ടീനേക്ക് വേണ്ടി, ആ മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ജീവിക്കായിരുന്നു. എന്തിനും ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്ത് എത്രയും പെട്ടെന്ന് അവർക്ക് അയാളെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവർക്ക് ആ മക്കളെയും പിടിച്ച് ജീവിക്കുക. എൻ്റെ അഭിപ്രായം അതാണ്. അപ്പോൾ അവർ വീണ്ടും ഗർഭിണിയാണെന്ന് പറയുന്നു. ഇതൊക്കെ അവരുടെ ഒരു ശ്രദ്ധയില്ലായ്മയിൽ സംഭവിച്ചു പോയ കാര്യങ്ങളല്ലേ. ഒന്നുപോലെ 3 മക്കളുണ്ട്, അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു കുഞ്ഞിനെ കൂടി ജന്മം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ 4 മക്കൾ 4 വാപ്പാരുടെ പേര് വേണ്ടേ പറയേണ്ടി വരിക. അതൊക്കെ ആലോചിച്ചിട്ട് അവർക്ക് ജീവിക്കായിരുന്നു. എന്തായാലും ഒരു നല്ലൊരു തീരുമാനം എടുക്കട്ടെ അല്ലേ?